ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 19 പേർ പിടിയിൽ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 6 പേർ കീഴടങ്ങിയതാണ്. വെൽക്കം ഹോം. എന്താടാ നിന്നെ പോലീസ് പിടിച്ചാ? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ. അതേസമയം മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ ED റെയ്ഡിനെതിരെ പ്രതിഷേധിച്ച് 57 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിക്കാനുള്ള പോലീസ് നീക്കം വീണ്ടും സംഘർഷമുണ്ടാക്കി. പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം. പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കാൻ പോലീസ് ഓഫീസിന് മുന്നിൽ സർവ്വസന്നാഹവുമായി എത്തി. പക്ഷേ പോലീസിനെ ഓഫീസിൽ കയറാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് CPM നേതാക്കൾ ഉറച്ച നിലപാടെടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. Thomas, get away from the door. I warned you. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ 5 പേർ പോലീസിനെ പിടികൊടുത്തു. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. എല്ലാവരും DYFI ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളാണ്. മുഖസ്തുതി പറയാന്ന് വിചാരിക്കുന്നു. ഇവിടെ പിള്ളേർക്ക് അച്ഛനെ പുല്ല് വിലയാ. സത്യം. വൈകിട്ട് പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ ബിനു IP കീഴടങ്ങി. പിടിച്ചതല്ല പിടികൂടിയതാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷമായിരുന്നു കീഴടങ്ങൽ. ദൃശ്യങ്ങൾ കണ്ട് പോലീസ് തിരിച്ചറിഞ്ഞ മുൻ കൗൺസിലർ ആറ്റുകൽ ഉണ്ണി, പാളയം സന്തോഷ് എന്നിവർ പിടിയിലാകാനുണ്ട്. ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിന് പുറമെ പോലീസുകാരെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. അവനെ നമ്മൾ അടപാടല പൂട്ടും. കേന്ദ്രം റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിൽ വീഴ്ച മറയ്ക്കാൻ മുഴുവൻ പ്രതികളെങ്കിലും അറസ്റ്റ് ചെയ്ത് നാണക്കേട് ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് പോലീസ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അണ്ണൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ. നമുക്കിനി പരസ്പരം കളിച്ച് തന്നെ ജയിക്കാം.